കൊച്ചെ എന്റെ ഒരു തുണിയും കാണാനില്ലെന്ന്. നിന്റെ എല്ലാ തുണിയും ഞാൻ കഴുകിയിട്ട് ഞാൻ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി മനപ്പൂർവ്വം തുണിയെല്ലാം കൂടെ നനച്ചിട്ടല്ലേ? ആ എങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് എന്റെ ബാക്കി കാര്യം. കല്യാണം കഴിയുന്നതിന് മുമ്പ് എന്റെ അമ്മ എന്നെ ഇവിടെ പോകാൻ സമ്മതിക്കത്തില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഭാര്യ എന്നെ ഇവിടെ വിടത്തില്ലെന്ന് വെച്ചോ. ഒരു ഞായറാഴ്ചയിലുള്ള എന്നോട്ട് ടൈം സ്പെൻഡ് ചെയ്തൂടെ? അത് തന്നെ എനിക്കും പറയാനുള്ള. ആകെ ഒരു ഞായറാഴ്ച കിട്ടത്തുള്ളൂ. അന്നെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ഇയാളുടെ പരസ്യമായിട്ട് തോന്നുന്നു ഇയാളെ ഞാൻ പുറലോകം കാണിക്കുന്നില്ലെന്ന്. പുറലോകമല്ല, നീ എന്നെ പരലോകം കാണിച്ചോണ്ടിരിക്കുക. ഈ സോഹ അകത്തൊന്നും ഇടാതെ പുറത്തോട്ട് ഇറങ്ങി പോകരുത്. അയ്യോ ഞാനിങ്ങനെ ചെയ്യോ സോനു? അതുകൊണ്ടല്ലേ ഞാൻ പൂക്കളെ ഇട്ടേക്കുന്നത്. ഇതാകുമ്പോ ക്രിക്കറ്റ് കളിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. ബാളക്കൊരു ഉറപ്പം പിടിക്കാം. എന്തോ കാണിയോ ഇങ്ങോട്ട്? ശ്യാമ, എന്റെ ഫ്രണ്ടോട് നിനക്ക് എന്തോടി ബന്ധം? അത് നിന്റെ ഫോണിൽ വരുന്ന എല്ലാ കോളും എന്റെ ഫോണിലേക്ക് കോൾ ഫോർവേഡ് ചെയ്തിട്ടേക്കും. അയ്യേ, ഒരു വിധത്തിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാ അളിയാ പറഞ്ഞ അളിയാ ക്ലബ്ബിൽ ഇരുന്ന ബാറ്റും ബോളും കാണാനില്ല. അതെന്താ ഇരിക്കുന്നത്? അത് ഞാൻ രാത്രി അടിച്ചു മാറ്റിയതാ. ദൈവമേ, ഒറ്റ സ്റ്റെമ്പേ കിട്ടിയോളാം. ബാക്കി രണ്ട് ചോറാവുക. കത്തിയില്ലല്ലേ? പക്ഷെ സ്റ്റെമ്പ് രണ്ടും കത്തിക്കൊണ്ടിരിക്കുക. സുഹ, നിനക്കിവിടെ എല്ലാം ഉണ്ട്. പൊന്ന്, പെണ്ണ്, കള്ള്, പിന്നെ എന്തിനാ? സമാധാനത്തിന്. അതാണ് ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത്. സമാധാനത്തിന്റെ ഞാൻ സമാധാനം തന്നില്ലേ? ചോദ്യത്തിൽ പോലും സമാധാനം ഇല്ല. എന്തോ സുഖം, ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നത് എന്റെ മുഖത്ത് നിറയെ പിമ്പിൾസും എനിക്ക് ഭയങ്കര ഹെയർ ഫോളും ആണ്. അത് ഡോക്ടറെ കളിച്ച് പോയാ. ഇതെന്തു ഇത്? പാലാഴി കടഞ്ഞെടുത്ത് മൂത്ത് വല്ലതും തേക്കാൻ പോകുന്ന? ഒരു കാര്യം ചെയ്യും, ഒരു ഊത്തും മയിൽപ്പീരി നടത്താൻ ഞാൻ കൃഷ്ണനായിട്ടങ്ങ് ഇറങ്ങാം.